ഡാർക്ക് വെബ് ലഹരി കേസിൽ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ പിടിക്കപ്പെട്ടതോടെ കൂട്ടാളികൾക്ക് രക്ഷപ്പെടാൻ നിർദ്ദേശം നൽകി അന്താരാഷ്ട്ര ഡ്രഗ് കാർട്ടൽ. സിസ്റ്റത്തിൽ നിന്ന് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനും പാഴ്സൽ കവറുകൾ കത്തിച്ച് ചാരം വെള്ളത്തിൽ കലക്കാനുമാണ് നിർദ്ദേശം. ഡാർക്ക് വെബിൽ അന്താരാഷ്ട്ര ഡ്രഗ് കാർട്ടൽ നടത്തിയ ചർച്ചയുടെ തെളിവുകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ഡാർക്ക് വെബിലെ ഡ്രഡ് എന്ന ആപ്ലിക്കേഷനിൽ അന്താരാഷ്ട്ര ഡ്രഗ് കാർട്ടൽ തങ്ങളുടെ കൂട്ടാളികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണിത്. കെറ്റാമെലോൺ എന്ന പേരിൽ ഡാർക്ക് വെബിൽ ലഹരി കച്ചവടം നടത്തിയിരുന്ന മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ പിടിക്കപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് കൂട്ടാളികൾക്ക് രക്ഷപ്പെടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡാർക്ക് വെബിൽ കയറിയതായുള്ള എല്ലാ ഹിസ്റ്ററിയും സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനാണ് ലഹരി കാർട്ടലിനെ നിയന്ത്രിക്കുന്ന അജ്ഞാത കേന്ദ്രം നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം. ഡാർക്ക് വെബിൽ നൽകിയിരിക്കുന്ന അഡ്രസ്സും ഇമെയിൽ ഐഡിയും ഫോട്ടോസും പണമിടപാട് സംബന്ധിച്ച വിവരങ്ങളും പൂർണ്ണമായി നശിപ്പിച്ചു കളയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി വാങ്ങിയ പാഴ്സൽ കവറുകൾ കത്തിച്ച ശേഷം ചാരം വെള്ളത്തിൽ കലക്കാനും ഡ്രഗ് കാർട്ടൽ കൂട്ടാളികളോട് പറയുന്നു. എഡിസൺ പിടിയിലായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് രക്ഷപ്പെടാൻ ഡ്രഗ് കാർട്ടൽ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. എഡിസൺ പിടിയിലായി 2 ദിവസം കഴിഞ്ഞായിരുന്നു മാധ്യമങ്ങൾക്ക് പോലും വിവരം ലഭിച്ചത്. എന്നാൽ ഡ്രഗ് കാർട്ടലിന് മണിക്കൂറുകൾക്കുള്ളിൽ വിവരം ലഭിച്ചതിന്റെ ഞെട്ടലിലാണ് അന്വേഷണ സംഘം. മൂവാറ്റുപുഴയിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തെ ലഹരി വിതരണം നിയന്ത്രിക്കാനാണ് എഡിസൺ എന്ന കെറ്റാമെലോൺ തീരുമാനിച്ചിരുന്നത്. എന്നാൽ എഡിസൺ പിടിയിലായതോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ തങ്ങളിലേക്ക് എത്തുമെന്ന് അന്താരാഷ്ട്ര ഡ്രഗ് കാർട്ടലിന് ഉറപ്പായി. ഇതോടുകൂടിയാണ് അവർ എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.